ഫേക്ക് ഫ്രണ്ട്ഷിപ്പുകൾ ഫേക്ക് റിലേഷൻഷിപ്പിനേക്കാൾ വലിയ വള്ളികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫേക്ക് ഫ്രണ്ട്ഷിപ്പുകൾ കണ്ടുപിടിക്കാനുള്ള 5 വഴികൾ. ഫേക്ക് ഫ്രണ്ടിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ പറ്റിയോ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവരെ പറ്റിയോ എക്സ് നിങ്ങളോട് വന്ന് യാതൊരു കാര്യമില്ലാതെ കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുള്ള നിങ്ങളെ പറ്റിയുള്ള കുറ്റം ഈ എക്സ് പോയി പലയിടത്തും പല രൂപത്തിലും പല ഭാവത്തിലും വേഷത്തിലും ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമ്പർ 2, ഈ എക്സിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവര് നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. നീ സുഖാണോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്തെങ്കിലും വേണോ, ഇങ്ങനൊരു ആവശ്യമുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യണം, ആരുമില്ല, നീ എവിടെയാ, നീ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതിന്റെ പൊടി പോലും എവിടെയും കാണില്ല. കാറ്റഗറി നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എക്സ് അതിനെ വളരെ താഴ്ത്തിക്കെട്ടി സർക്കാസ്റ്റിക്കായി ഭയങ്കര ബോറായിട്ട് സംസാരിക്കും. അതൊക്കെ എല്ലാവർക്കും പറ്റും, അതൊക്കെ മണ്ടന്മാർക്കേ പറ്റുള്ളൂ, അയ്യോ അതൊക്കെ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റും, ഞാൻ ഇതിൻ്റെ അപ്പുറം ചാടി കടന്നവനാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ എങ്ങാനും അവരോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാനുള്ള ഒരു മനഃശക്തി ഉണ്ടാവില്ല. അവരോട് നോ പറയേണ്ട വന്നു കഴിഞ്ഞാൽ അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കുറവായിരിക്കും. ഫ്രണ്ട്ഷിപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് റിലേറ്റബിലിറ്റി തോന്നുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു.